എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ടതും പോപ്പുലറായിട്ടുമുള്ള മറ്റൊരു ഓണ വിഭവമാണ് അടപ്രഥമനാണ് ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഒടുവിൽ ഒരു സ്ലൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ എങ്ങനെയാണ് അടപ്രഥമൻ ഉണ്ടാക്കുന്നതെന്ന് ഇന്നൊന്ന് നോക്കാം. അപ്പം ശർക്കര ഒന്ന് ഉരുക്കി അത് അരിച്ചൊഴിക്കണം. ഇനി മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാനുള്ളത് അട വേവിക്കുന്നതാണ്. വെള്ളം നല്ലപോലെ തിളയ്ക്കുന്നു. ഇതൊരു 200 ഗ്രാം അടയാണുള്ളത്. അപ്പം ഞാനൊരു 1.5-2 ലിറ്റർ വെള്ളമുണ്ട്. വെള്ളം കൂടുന്നതുകൊണ്ട് കുഴപ്പമില്ല, കുറഞ്ഞാലേ ഉള്ളൂ കുഴപ്പം. ഇനി അതിനുശേഷം ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്യുകയാണ്. ഈ അട ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഞാൻ അതിനകത്തേക്ക് 1 സ്പൂൺ നെയ്യൊന്ന് ഒഴിച്ചു. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ഈ അട ഒരു മണിക്കൂറോളം ഒന്ന് അടച്ചു വെക്കണം. നന്നായിട്ട് വേകും. ഇനിയും നമ്മൾ തീ വേണ്ട, ഓഫ് ചെയ്തിട്ട് ചെയ്താൽ മതി അങ്ങനെ. അപ്പം ഞാൻ ഉരുളി വെച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിച്ച് കാഷ്യൂനട്ടെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതിങ്ങനെ മൂക്കാൻ തുടങ്ങുന്ന ഉടനെ അതങ്ങ് ഓഫ് ചെയ്യണം തീ, അല്ലെ കരിഞ്ഞു പോകും. 1 മണിക്കൂറോളമായി ഇത് അട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് വെള്ളം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. നല്ലപോലെ കുറച്ച് വെള്ളത്തിനകത്ത് അത് നന്നായിട്ടിട്ട് കഴുകിയതിന് ശേഷം അട ഒട്ടിപ്പിടിച്ചിരിക്കാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് കഴുകി ഞാൻ ഈ പാത്രത്തിൽ തന്നെ വെള്ളം തോരാനായിട്ട് അവിടെ വെച്ചേക്കാം. ശർക്കര ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ശർക്കര ഒന്ന് ഇളക്കി ശർക്കര ഒന്ന് പറ്റണം. ഒരു 3/4 കിലോ ശർക്കര വേണം. പിന്നെ അത് നിങ്ങൾ ഉരുക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിലങ്ങ് ഉരുക്കരുത്, പിന്നെ വെള്ളം പറ്റിക്കാൻ പോകണ്ടേ. ഇതാ ഇങ്ങനെ ഈ ശർക്കര പതയുന്നത് കണ്ടോ? അങ്ങനെ പതയാൻ തുടങ്ങുന്നുടനെ നമുക്ക് അതിനകത്തേക്ക് ഈ അടയിടാം. അടയ്ക്കുണ്ടല്ലോ വെള്ളം പിടിക്കാതെ ശർക്കര അടയിലേക്ക് നന്നായിട്ട് മയങ്ങി ചേരണം. ഇനി ഇത് പറ്റി വരുന്ന അനുസരിച്ച് നമ്മൾ 2-ാം പാലും 1-ാം പാലും എടുത്ത് വെച്ചിട്ടില്ലേ, 2-ാം പാൽ ഒഴിച്ചു കൊടുത്ത് അതങ്ങനെ കുറുകിയും നന്നായിട്ട് അട മയങ്ങി വരണം. അതാണ് അതിൻ്റെ കണക്ക്. വേറെ ഇങ്ങനെ വെള്ളവും ഇതും പോലെ കിടക്കാതെ നന്നായിട്ട് അതിനകത്തേക്ക് ചേരണം. അടയ്ക്കകത്ത് നമ്മൾ വെള്ളത്തിനകത്ത് വേവിച്ച അടയല്ലേ, അടയ്ക്കകത്തെ വെള്ളമെല്ലാം ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പറ്റി വരുമ്പോഴാണ് നമ്മളിനി തേങ്ങാപ്പാൽ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കും. ഇതിങ്ങനെ ശർക്കര പറ്റി വരികയാണ് അടയുമായിട്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കണം. ഒരു 3-4 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി നെയ്യും കൂടെ അതിൻ്റെ കൂടെ നന്നായിട്ട് ചേരാനായിട്ടാണ്. അടയിൽ ശർക്കര പിടിച്ചിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് കൊഴുത്തത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനി കുറച്ച് 2-ാം പാൽ ഒഴിക്കാം. അത് കുറുകുന്ന മുറയ്ക്കാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. തേങ്ങാപ്പാലും നെയ്യും ആണ് പ്രധാനമായിട്ടുള്ള കാര്യം. നമ്മൾ ഒഴിച്ച 2-ാം പാലും ഇങ്ങനെ പറ്റി വരുന്ന ഉടനെ നമ്മൾ അടുത്ത കുറച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ അട മയങ്ങി വരികയാണ്. കുറച്ച് തേങ്ങാപ്പാലും കൂടെ 2-ാം പാലുണ്ട്, അത് ഞാനങ്ങ് ഒഴിക്കുക. ഇനി 1-ാം പാൽ ഇരിപ്പുണ്ട്, അത് ഒഴിക്കണം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. അത് ഈ 1-ാം പാലിനകത്ത് ഒന്ന് കലക്കി വയ്ക്കുക, കട്ട പിടിക്കാതെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഇത് കണ്ടോ, പാലെല്ലാം ഒഴിച്ച് ഇതിപ്പം അതിൻ്റെ ഒരു കൊഴുപ്പ് വന്നതുപോലെ കണ്ടോ. ആദ്യം കിടന്ന പോലെ അട വേറെ ആയിട്ട് കിടക്കുകയല്ല, അതിനകത്ത് തന്നെ അങ്ങ് മയങ്ങി കിടക്കുകയാണ്. നമ്മുടെ ജീരകവും ഏലക്കയും കൂടെ കലക്കിയത് ഒഴിക്കുക. അതോടെ നന്നായിട്ട് ഏതായാലും ഒഴിച്ചില്ലേ, അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാത്തിലും ഒന്ന് പിടിക്കട്ടത്. ഇനി ക്ലോസിങ് സെറമണീസാണ്. കുറച്ച് ഗീ അതും നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക. പായസം മയങ്ങിയത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യം വന്നെങ്കിൽ വെള്ളത്തിൽ കല്ല് പെറുക്കിയിട്ട പോലെ അട വേറെ ആയിട്ട് കിടക്കുമായിരുന്നു. ഓരോ പ്രാവശ്യം ഇത് പറ്റി വരുന്ന ഉടനെ വേണം കുറച്ച് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാൻ. ഒന്നിച്ചൊഴിച്ചു കൊടുത്ത് വേവിക്കരുത്. ഇനി നമുക്കിതിലേക്ക് 1-ാം പാൽ ഒഴിക്കാം. 1-ാം പാൽ എത്ര കൂടിയാലും ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. പായസം കുറുകിപ്പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ ഇച്ചിരി ഒഴിച്ചാൽ മതി. ഇനി നന്നായിട്ട് ഇളക്കും. പിന്നെ ഈ മറയൂർ ശർക്കരയുടെയാണ് നല്ല കളറ്. നമ്മുടെ പായസം റെഡിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലപോലെ ഒന്ന് ആവി വന്നാൽ മതി. പിന്നെ ഇത് ഇരിക്കുമ്പം കുറച്ചുകൂടെ അതൊന്ന് കട്ടിയാകും. ചെറുതായിട്ട് ആവി വരുന്ന കാണാമല്ലോ. തീ അങ്ങ് ഓഫ് ചെയ്യാണ്, തിളയ്ക്കണ്ട. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പറഞ്ഞില്ലെങ്കിൽ അടപ്രഥമൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടും. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.